നിങ്ങൾ എക്കോ എന്ന സിനിമയെ പറ്റി ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ആക്ച്വലി അത് ശരിക്കും ഒരു ഇൻകംപ്ലീറ്റ് മൂവിയല്ലേ. സിനിമയുടെ ടൈറ്റിൽ തന്നെയുള്ള പേരാണ് കുര്യച്ചൻ. കുര്യച്ചൻ ഒരു എക്സ്പേർട്ട് ഡോഗ് ട്രെയിനറാണ്. പോലീസിനും ആർമിക്കൊക്കെ വേണ്ടി ഡോഗ്സിനെ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്, ബ്രീഡറാണ്. എന്നെല്ലാം മ്ലാത്തിച്ചേട്ടത്തിയും അതേപോലെ തന്നെ നരേൻ്റെയും മറ്റെല്ലാ ക്യാരക്ടേഴ്സും ഒരേപോലെ ശരിവെക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ സിനിമ ഒരിക്കൽ പോലും അങ്ങനെ ഒരു രംഗമോ അങ്ങനെ ഒരു വിഷ്വലോ അല്ലെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമോ കാണിക്കുന്നില്ല. പിന്നെ പുള്ളിയുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കേസുകൾ ഉണ്ടാക്കി അത് വിദഗ്ധമായി ഒളിവിൽ പോകുന്ന ഒരാളാണ്. അങ്ങനെ ഇയാൾ അവസാനമായി ഒളിവിൽ പോയിട്ട് ഇയാൾ പിന്നെ എവിടെയാണെന്നുള്ളത് അന്വേഷിച്ചിട്ടാണ് ബാക്കി കഥ മുന്നോട്ട് പോകുന്നത്. സോ പ്രേക്ഷകന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും വലിയ ഡോഗ് ട്രെയിനർ ആയിട്ടുള്ള ഡോഗ്സിനെ ഉപയോഗിച്ചിട്ട് തൻ്റെ പ്രൊട്ടക്ഷൻ തീർക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ആ ഒരു മെത്തേഡ് വഴി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവാം. പിന്നെ ഇത്രയും വലിയ എക്സ്പേർട്ട് ഡോഗ് ട്രെയിനർ ആയിട്ടുള്ള ഒരാൾക്ക് ഈ ഡോഗ്സിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നതിൽ മാത്തിച്ചേട്ടതയാണെന്ന് ആദ്യമേ മനസ്സിലാക്കേണ്ടതല്ലേ. അല്ലെങ്കിൽ പിന്നെ ഈ ഡോഗ്സിൻ്റെ കാര്യത്തിൽ അയാൾ ഇത്രയും എക്സ്പേർട്ട് അല്ലാത്ത ഒരാളായിരിക്കണം. എന്ന് വെച്ചാൽ ആളുകൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഇത്രയും ഡോഗ്സ് ഉണ്ട്, പുള്ളിക്കാരൻ അത് ഉപയോഗിച്ച് മുമ്പ് ഹൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കഥയൊക്കെ മ്ലാത്തിച്ചേട്ടത്തി പറഞ്ഞു പരത്തുന്ന രീതിയിൽ കാണിക്കണമായിരുന്നു. സോ മ്ലാത്തിച്ചേട്ടത്തി താൻ ചെയ്ത ആ ഒരു കാര്യം മറച്ചു വെക്കാൻ വേണ്ടി പുള്ളിക്കാരൻ സ്വയം ഒളിവിൽ പോയതാണെന്നുള്ള രീതിയിലൊരു ഇമേജ് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയെടുത്ത പോലെ ആയനെ. ഇത് ആക്ച്വലി ക്ലൈമാക്സിൽ ആ ഒരു ട്വിസ്റ്റ് എലമെൻറ്റിനെ പറ്റി പ്രേക്ഷകർ ഒരു തരത്തിലും ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. എന്നാലും ആ പടം കണ്ട വഴിക്കുള്ള ഒരു വൗ ഫാക്ടർ ഒഴിച്ചാൽ പിന്നീട് ആലോചിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കുറേ ഇൻകംപ്ലീറ്റ്നെസ് ഈ പടത്തിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സന്ദീപിൻ്റെ ക്യാരക്ടർ, ആൾ കുര്യച്ചനെ തപ്പി തൻ്റെ ജീവൻ വരെ പണയം വെച്ച് ഇവിടം വരെ വന്നതാണ്. എന്നാൽ ആളും കുര്യച്ചനും തമ്മിൽ ആ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ബന്ധം, അതിൻ്റെ ഒരു ഡെപ്ത് കാണിച്ചു തരാൻ സിനിമ ശ്രമിച്ചിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ മ്ലാത്തിച്ചേട്ടത്തി, പുള്ളിക്കാരി ഇനിയുള്ള ശിഷ്ടകാലം മുഴുവൻ അയാൾക്ക് കഞ്ഞിയും വെച്ച് അതേ വീട്ടിൽ തന്നെ കാവലായി കഴിയണ്ടേ. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആട്ട് കിട്ടാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ആൻഡ് മേ ബി ഇതൊക്കെ എൻ്റെ മാത്രം ഒപ്പീനിയൻ ആയിരിക്കാം.